അല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ മാനേജറിനോട് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത് ദൂരെയുള്ള സ്റ്റോറിൽ, എൻ്റെ വീടിനടുത്തല്ല, 1.5 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു സ്റ്റോറുണ്ട്, പക്ഷെ അവിടെ വേക്കൻസി ഇല്ല. എനിക്ക് മറ്റേടത്ത് ജോലി കിട്ടിയത്. പക്ഷെ എൻ്റെ മാനേജർ പറഞ്ഞിട്ട് നീ എൻ്റെ സ്റ്റോറിൽ ഇപ്പോൾ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോറിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പണ്ട് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ ചീപ്പ് ഓട്ടോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ പിന്നെയും പോവുക. എൻ്റെ മാനേജർ സജസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ പിന്നെ ഇവിടുത്തെ മാനേജറിനെ ഇപ്പോൾ കാണാൻ വേണ്ടി പോവുക. അന്ന് ഞാൻ റെസ്യൂമി ഡ്രോപ്പ് ചെയ്തു, അവിടെ ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ പോകാനുള്ള അവസരം വന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ സ്റ്റോറിലോട്ട് എത്തി. അന്ന് വന്നിട്ട് ഇതേപോലെ ഞാൻ അവിടെ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെ ഇട്ടതോ സൈക്കിൾ പാർക്ക് ചെയ്ത് ഇപ്പോൾ അകത്ത് കയറി റെസ്യൂമൊക്കെ ചോദിച്ച് ജോലി ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് ഇന്നവിടെ ഞാൻ പിന്നെ ഇപ്പോൾ എത്തി. നോക്കാം എന്താവുമെന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഞാൻ ഇപ്പോൾ ഇറങ്ങി പുറത്തിറങ്ങി അവരോട്, അവിടുത്തെ മാനേജറിനോട് സംസാരിച്ച്, കുഴപ്പമൊന്നുമില്ല, നല്ല ആളായിരുന്നു. പുള്ളിയോട് സംസാരിച്ച് പുള്ളിയോട് എൻ്റെ അവൈലബിലിറ്റി, ഓരോ ഡേയ്സൊക്കെ പറഞ്ഞു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർക്ക് സന്തോഷമുണ്ട് ഇങ്ങോട്ട് വരുന്നതിന്. കാരണം ഞാൻ ഇപ്പോൾ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വരികയാണ് പോകുന്നത്. അവർക്കങ്ങനെ അത്രയും അവർക്ക് മനസ്സിലായി അത് ഭയങ്കര ഹെക്റ്റിക്കാണ്. പക്ഷെ നമുക്കെന്താ, ഞാനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ മാനേജർ എന്നോട് ഇങ്ങോട്ടാണ് ചോദിച്ചത്, നിനക്ക് വൈകി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരാൻ, നിൻ്റെ വീടിൻ്റെ അടുത്ത് സ്റ്റോറുണ്ടല്ലേ? ഞാൻ പറഞ്ഞു സ്റ്റോറുണ്ട്, പക്ഷേ അതിനവിടെ ജോലി ഉണ്ടാവണ്ടേ? അവർ പറഞ്ഞു ജോലി കാണുമായിരിക്കും, ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിയാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ എന്തൊക്കെയോ ഭാഗ്യങ്ങൾ എവിടേക്കോ ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുക. ഇനി വീട്ടിൽ പോകാത്ത ബസ് പിടിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടന്നൊരു കടയിൽ, ഞാൻ ന്യൂട്രീഷൻ വെയർഹൗസ് എന്ന് പറയുന്നൊരു കടയിലൂടെ കയറി. എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി. കുറേ ദിവസം കൊണ്ട് പറയുന്ന മേടിക്കണം വീട്ടിൽ. പക്ഷേ എല്ലാവരും ബിസി, ഓരോ അസൈൻമെൻറ്റ്. ഇപ്പോൾ അസൈൻമെൻറ്റൊക്കെ ആയിട്ട് ഒരു പ്രാന്ത് പിടിച്ചടക്കാം. ഞങ്ങൾ 2 ആഴ്ചയായിട്ട് ജിമ്മിൽ പോകുന്നത് ഇപ്പോൾ കുറഞ്ഞ്. ഇപ്പോൾ അസൈൻമെൻറ്റ് ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്നത്. ഞങ്ങൾ 4 പേരും. അപ്പോൾ ഈ ഒരാഴ്ച കൂടെ തീരുമ്പോഴത്തേക്ക് ഇത് പതുക്കെ ഒന്ന് അസൈൻമെൻറ്റൊക്കെ ഒന്ന് ഇതാവും. അപ്പോൾ പതുക്കെ ബാക്ക് ടു ട്രാക്ക് ആവാം. ഇവിടുത്തെ ജോലിയുടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സുഖമായി. ട്രാവലിംഗ് കുറഞ്ഞ്. ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണി ഒക്കെ ആകുമ്പോൾ എണീച്ച് 6:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് 8 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം, കുറച്ച് ട്രാവലിംഗ് ടൈം ലാഭിക്കാം, കുറേ ടൈം സേവ് ചെയ്യാം. അങ്ങനെ ഓരോ ഗുണങ്ങളുണ്ട്. ഹോപ്പ് സോ എവറിത്തിങ് ഗോസ് വെൽ ബാരി. എവിടെ എൻ്റെ മോൻ ഡോർ തുറക്കാൻ വന്നില്ല. വന്നല്ലോ. പ്രോട്ടീനായില്ലേ? ഞാൻ ഇന്ന് സ്റ്റോറി പോയപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ can lead to accidents and thereby loss of human lives. The next one,